പ്രധാനപ്പെട്ട ഏറെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഗുഡ് ബൈ റെസ്ലിംഗ് എന്ന സാമൂഹിക മാധ്യമങ്ങളിൽ സന്ദേശമുണ്ട്. പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ടതിന് പിന്നാലെയാണ് വിരമിക്കൽ പ്രഖ്യാപനം. അർജുൻ പീതാംബരൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അർജുൻ, ഈ ഫൈനലിന് തൊട്ടു മുൻപുള്ള ഭാരപരിശോധനയിൽ വിനേഷ് ഫോഗട്ട് പുറത്താക്കപ്പെട്ടപ്പോൾ എല്ലാ ഇന്ത്യക്കാർക്കും അത് വലിയ വേദനയായിരുന്നു. അതോടൊപ്പം തന്നെ അത് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനവുമായി വിനേഷ് ഫോഗട്ട് മുന്നോട്ടെത്തിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? സന്ധ്യ, വളരെ വേദനയോടുള്ള ഒരു വിരമിക്കൽ എന്ന് വേണ്ടി പറയാനായിട്ട് സാധിക്കും. അവരുടെ കൃത്യമായിട്ടുള്ള വാക്കുകൾ എന്ന് പറയുകയാണെങ്കിൽ, ഗുസ്തി എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും പോരാടാനുള്ള കരുത്ത് എനിക്കില്ല, അതുകൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാവരോടും ഈ നൽകിയ പിന്തുണയ്ക്ക് വേണ്ടി കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ വിനേഷ് ഫോഗട്ട് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല 2001 മുതൽ തുടങ്ങി 2004 വരെ എത്തി നിൽക്കുന്ന തന്റെ ഗുസ്തി കരിയറിനോട് താൻ വിട പറയുകയാണ്. അത് പക്ഷേ ഇത്തരത്തിൽ വളരെ വൈകാരികമായാണ്, അത് വിഷമത്തോടെയാണ് പോകുന്നത് എന്ന് മാത്രമെന്നുള്ള കാര്യമാണ് അദ്ദേഹം എക്സ് അക്കൗണ്ടിലൂടെ ഒരു ട്വീറ്റായിട്ട് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു നേട്ടം കരസ്ഥമാക്കി പോവുകയല്ല, മറിച്ച് ഫൈനൽ വരെ എത്തി ഒരു മെഡൽ എന്ന സ്വപ്നത്തിന് തൊട്ടരികെ നിൽക്കെ ഡിസ്ക്വാളിഫിക്കേഷനിലൂടെയാണ് അവർ തകർക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഈ പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പരാജയപ്പെട്ടത്. അത് വലിയ രീതിയിൽ അവർക്ക് മാനസിക വിഷമം ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, ഈ ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടി തലേ ദിവസം പോലും, അതായത് ഫൈനൽ മത്സരത്തിന്റെ തലേ ദിവസം പോലും ഉറക്കമില്ലാതെ പരിശ്രമിച്ച് അത്രത്തോളം വ്യായാമം നടത്തിയും ഇന്നലെ രാവിലെ നടത്തിയ ആ ഒരു ഭാരപരിശോധനയിൽ 100 ഗ്രാം തൂക്ക കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലൊരു അയോഗ്യത അത് നേരിടേണ്ടി വന്നത്. അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും വാഗ്വാദങ്ങളും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും എല്ലാം ഇന്ത്യയിലും പുറത്തുമെല്ലാം കണ്ടതാണ്. അവിടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അടക്കം അതിന്റെ ഭാരവാഹികളടക്കം ഈ ഒളിമ്പിക്സ് കമ്മിറ്റിയിൽ ഒളിമ്പിക്സ് സംഘാടക സമിതിക്കെതിരെ പ്രതിഷേധിക്കുന്നു, കൃത്യമായിട്ടുള്ള പ്രതിഷേധം അറിയിക്കുന്നു. ഒരു വെള്ളി മെഡലെങ്കിലും വിനേഷ് ഫോഗട്ട് അർഹിച്ചിരുന്നു. പ്രത്യേകിച്ചും ടോക്കിയോ ഒളിമ്പിക്സിലെ 1-ാം നമ്പർ താരം, ജപ്പാൻ താരം, അവരെ അട്ടിമറിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്കും പിന്നീട് പ്രഗത്ഭരെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ തകർത്തെറിഞ്ഞുകൊണ്ട് ഫൈനൽ വരെ എത്തിയ ചൈത്രയാത്ര, അതും ഒരുപാട് വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് അവർ ഒറ്റയ്ക്ക് പൊരുതി നേടി എത്തിയ ഒരു ഘട്ടമായിരുന്നു. അവിടെ നിന്നാണ് പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ അയോഗ്യതയുടെ രൂപത്തിൽ വിധി അവരെ തകർത്ത് കളയുന്നത്. അതിൽ വലിയ രീതിയിലുള്ള മാനസിക വിഷമം അവർ അനുഭവിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ നാട്ടിൽ പോയ സമയത്ത് അവിടെയുള്ളവരും, പ്രത്യേകിച്ചും അവരുടെ അച്ഛന്റെ സഹോദരൻ കൂടിയായിട്ടുള്ള മഹാവീർ സിംഗ് ഫോഗട്ടും മറ്റ് നാട്ടുകാരും എല്ലാവരും നമ്മളോട് പറഞ്ഞത് അവർ ഒരു മെഡൽ അർഹിച്ചിരുന്നു, സ്വർണം തന്നെ അർഹിച്ചിരുന്നു. പക്ഷേ ഇത്തരത്തിൽ നിർഭാഗ്യവശാൽ അവർ ഡിസ്ക്വാളിഫിക്കേഷനായി പോവുകയായിരുന്നു, അയോഗ്യതയായി പോവുകയായിരുന്നു. അതിൽ പക്ഷേ അന്വേഷണം വേണം, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത് ഈ അവരുടെ പരിശീലകരും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് സ്റ്റാഫും ഡോക്ടറുമാണ്. എങ്ങനെ ഈ ഭാരം കൂടി എന്നുള്ളത് മാത്രമല്ല, 32-33 വയസ്സ് മാത്രമായിരുന്നു വിനേഷിന് പ്രായം ഉണ്ടായിരുന്നത്. ഇനിയും മുന്നിലോട്ട് സാധ്യതകൾ ഉണ്ടായിരുന്നു. 2028 ഒളിമ്പിക്സിന് വേണ്ടി പ്രയത്നിക്കണം, അതിലൊരു മെഡൽ കൊണ്ടുവരണമെന്നതാണ് എല്ലാവരും ഇന്നലെ പറഞ്ഞിരുന്നത്. അവരുടെ കുടുംബക്കാരും എല്ലാവരും പറഞ്ഞിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകൾ പോലും അസ്തമിക്കുകയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നതിലൂടെ. തീർച്ചയായിട്ടും ഒരുപാട് വിഷമം അവരെ അലട്ടുന്നുണ്ടാവും. വളരെ വിഷമാവസ്ഥയിലൂടെയായിരിക്കും അവർ കടന്നു പോകുന്നത്. ആ അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ട്വീറ്റിലൂടെ ആണെങ്കിൽ പോലും വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്, അതിന് അനേകം അർത്ഥങ്ങളുണ്ട്. നമ്മൾ ഇത്തരത്തിൽ തന്നെ മനസ്സ് മടുത്തുകൊണ്ട് മറ്റൊരു താരം സാക്ഷി മാലിക് ഒരു പ്രസ് മീറ്റിൽ തന്റെ ബൂട്ട്സ് ഊരി വെച്ച് താൻ വിരമിക്കുകയാണെന്ന് പറഞ്ഞതിന്റെ ചിത്രങ്ങൾ കണ്ടതാണ്. സമാനമെന്ന് പറയാം, സാഹചര്യങ്ങൾ രണ്ടും രണ്ടാണ്. പക്ഷെ അപ്പോഴും വിധിയോട് പരാജയപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വിനേഷും സാക്ഷി മാലിക്കിനെ പോലെ തന്നെ ഇത്തരത്തിൽ മനസ്സ് മടുത്തുകൊണ്ട് ഗുസ്തിയിൽ നിന്നും രാജി പ്രഖ്യാപിക്കുന്നത്, വിരമിക്കുന്നത്.